കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിൽ പോയി ഇസ്രയേലി ഭരണാധികാരിയുമായിട്ട് ആശ്ലേഷണം ചെയ്യുന്ന ആ തീവ്ര സൗഹൃദത്തിന്റെ നിമിഷങ്ങൾ നമ്മൾ കണ്ടു. നരേന്ദ്രമോദിയുടെ സന്ദർശനമായിരിക്കും ഒരുപക്ഷെ ഇറാനുമേലുള്ള ആക്രമണത്തിന് തൊട്ടുമുമ്പ് നടന്ന ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുഹൂർത്തം എന്ന് പറയുന്നു. ഒരു ജനാധിപത്യ രാജ്യം ഇസ്രയേലിന്റെ വാലായി, അമേരിക്കയുടെ വിദേശ നയത്തിന്റെ ഒരു കരുവായി പരിണമിക്കുന്ന ഒരു ദുരന്തം നമ്മൾ കണ്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സംഘർഷമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിദൂര കോണിലാണെങ്കിൽ പോലും അതിന്റെ അലയലികൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തെ കൂടി സ്വാധീനിക്കുമെന്ന് തിരിച്ചറിയുന്നൊരു ഘട്ടമാണ്. അതിന്റെ ഭാഗമായി 15 ലക്ഷത്തോളം മലയാളികൾ താമസിക്കുന്ന UAE-യുടെ വ്യോമപാത അടച്ചിരിക്കുകയാണ്. ബഹ്റൈനിൽ പോലും സ്ഫോടനം നടന്നു എന്ന് പറയുന്നു. ഈ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ അയൽ രാജ്യങ്ങളായ UAE-യിലേക്കോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്കോ എന്തെങ്കിലും മിസൈൽ അയച്ചാൽ അത് സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, നിങ്ങളുടെയും എന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവുകളിലൊന്ന് ഇന്ധന ചെലവാണ്. പെട്രോളിന്റെ വിലയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, സർവദേശീയ സമ്പദ്ഘടനയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് അനുരണങ്ങൾ ചേർന്നിരിക്കുന്ന ഒരു സംഭവവാസമാണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇരുൾ മൂടിയ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഞാൻ ഇറാന്റെ മുകളിലുള്ള ഈ ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് നിങ്ങൾ വേണേ ആലോചിച്ചേക്കാം. അവിടെയും നമ്മുടെ മാറുന്ന ഇന്ത്യയുടെ ഒരു മുഖമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിൽ പോയി ഇസ്രയേലി ഭരണാധികാരിയുമായിട്ട് ആശ്ലേഷണം ചെയ്യുന്ന ആ തീവ്ര സൗഹൃദത്തിന്റെ നിമിഷങ്ങൾ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഇന്ത്യയുടെ വിദേശ നയം അട്ടിമറിക്കപ്പെടുന്നത്? പലസ്തീൻ എന്നൊരു സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടിയിട്ട് പതിറ്റാണ്ടുകളായിട്ട് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യം ഇസ്രയേലിന്റെ വാലായി, അമേരിക്കയുടെ വിദേശ നയത്തിന്റെ ഒരു കരുവായി പരിണമിക്കുന്ന ഒരു ദുരന്തം നമ്മൾ കണ്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. നരേന്ദ്രമോദിയുടെ സന്ദർശനമായിരിക്കും ഒരുപക്ഷെ ഇറാനുമേലുള്ള ആക്രമണത്തിന് തൊട്ടുമുമ്പ് നടന്ന ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുഹൂർത്തം എന്ന് പറയുന്നു. പലപ്പോഴും പാർലമെന്റിലൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു യശസ്, ചേരിചേര പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിച്ച ഒരു രാഷ്ട്രം, ലോകരാഷ്ട്രങ്ങൾ ബഹുമാനത്തോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു ഭൂമിക ഇന്ന് എങ്ങനെയാണ് ഒരു പ്രത്യേക അന്താരാഷ്ട്ര ഭ്രമണപഥത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ രാജ്യം ഉലയൂതുന്നത്? ഗാസയിലെ 10,000-കണക്കിന് ആൾക്കാർ കൂട്ടക്കുരുതി ചെയ്യപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുന്ന ഒരു ഇന്ത്യ, ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ വിട്ടുനിൽക്കുക, അതല്ലെങ്കിൽ അതിനോട് ചേരാൻ വൈമുഖ്യം പ്രകടിപ്പിക്കുക. മറ്റൊരു പരമാധികാര രാഷ്ട്രമായിട്ടുള്ള ഇറാനുമേൽ ആക്രമണം നടന്നപ്പോഴും ഇന്ത്യ നിശബ്ദത പാലിച്ചു. ഇന്ന് അതിന്റെ ഒരു തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.